ബിന്നിയും ഷാനവാസും തമ്മിൽ പ്രൊമോയിൽ കാണിച്ച ആ ഒരു അടി അത് ലൈവിൽ കുറേ നേരം തന്നെ ഉണ്ടായിരുന്നു. ഷാനവാസിനും അനീഷിനും കിട്ടിയ ജയിൽ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ മാവ് അരയ്ക്കാനായിരുന്നു ആട്ടുകല്ലിൽ. അങ്ങനെ അനീഷ് ഷാനവാസിനോട് പറയുന്നു അരി താൻ അരച്ചോളാമെന്നും വരുന്ന ഉഴുന്ന് ഷാനവാസ് അരച്ചാൽ മതിയെന്ന്. പക്ഷെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഉഴുന്ന് വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ആകെ അരി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അനീഷ് അത് മുഴുവൻ ഇരുന്നിട്ട് അരയ്ക്കേണ്ടി വന്നു. പക്ഷെ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കലും ക്ലീനിങ് ഒക്കെ ഷാനവാസ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അരി അരച്ചതിന് ശേഷം ഷാനവാസും അനീഷും പറയുന്നു അവർക്ക് വാഷ്റൂം പോകാൻ. അപ്പോൾ ക്യാപ്റ്റനായ ബിന്നിയോട് ഗേറ്റ് തുറന്നു കൊടുക്കാൻ പറയുന്നു. ആ സമയത്ത് ബിന്നി ഒന്ന് വന്ന് ചൊറിഞ്ഞു. കാരണം അതിന് മുൻപ് ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് അനൗൺസ് ചെയ്തിട്ട് രണ്ടുപേരും കൂടി ഒന്നിച്ച് ചെയ്യേണ്ടതാണ് ടാസ്ക് എന്ന്. അപ്പോൾ അവർ തിരിച്ച് പറയുന്നുണ്ട് അനീഷ് അരിയും അരയ്ക്കും അതുപോലെ ഉഴുന്ന് ഷാനവാസും അരയ്ക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ക്യാപ്റ്റനായ ബിന്നി പറയുന്നുണ്ട് രണ്ടുപേരും കൂടി ഒന്നിച്ച് ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞത് അവർ കേട്ടില്ല. ആ ഒരു ഇതും കൂടിയും കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. പിന്നീട് ഈ ഗേറ്റ് തുറന്നു കൊടുക്കാൻ പറയുമ്പോൾ ബിന്നി വന്ന് പറയുന്നത് ക്യാപ്റ്റൻ അടിപൊളിയാണ്, നല്ലതാണെന്ന് പറയണം, മോശമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അപ്പം നല്ലതാണെന്ന് പറഞ്ഞാലേ ഈ ഗേറ്റ് തുറന്നു കൊടുക്കുള്ളൂ എന്ന്. അതെല്ലാം കൂടിയും ഷാനവാസിനെ ട്രിഗർ ചെയ്തു. അങ്ങനെ തുടങ്ങി വഴക്കാണ്. അതിനിടയ്ക്ക് ലക്ഷ്മി ഇത് എവിടെ നിന്നാണോ പറന്നു വന്നതെന്ന് അറിയില്ല, ഒരു കസേരയൊക്കെ ഇട്ട് പുള്ളിക്കാരി അവിടെ ഇരുന്ന് തല്ലു കൂടുന്നുണ്ട്. ഈ തല്ലിൻ്റെ ഇടയ്ക്ക് അനീഷിൻ്റെ ഒരു ദയനീയ അവസ്ഥയിലുള്ള ഒരു നിൽപ്പുണ്ട്. എനിക്കൊന്ന് പുള്ളിക്കാരൻ അത് മുഴുവൻ അരച്ച് വയ്യാതെയായി തോന്നുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പ്രാഥമിക ആവശ്യങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്ന്. അങ്ങനെ തുറന്നു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അരിയെല്ലാം അരച്ച് കഴിഞ്ഞു. പിന്നീട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ജയിൽ തുറക്കാൻ സമയമായത്. അങ്ങനെ അതിനുശേഷം പുറത്ത് വന്നിട്ട് ഇത് തന്നെ കുറേ നേരം പറഞ്ഞ കാര്യം തന്നെ രണ്ടുപേരും പരസ്പരം പറഞ്ഞ് അവസാനം അത് നിർത്തി.